ഇഞ്ചോടിഞ്ചിൽ നിൽക്കുകയാണ്. 111ാമത്തെ മണ്ഡലം. ആ മണ്ഡലം ഒരു VIP മണ്ഡലമാണ്. പറവൂർ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂർ. ഇത്തവണ കയ്പമംഗലം MLA ആയിരുന്ന ET ടൈസൺ മാസ്റ്ററാണ് VD സതീശനെ എതിരിടാൻ വേണ്ടി പറവൂരിലേക്ക് വന്നിരിക്കുന്നത്. മുൻ കോൺഗ്രസുകാരിയായിരുന്ന വത്സല പ്രസന്നകുമാർ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാൻ സിറ്റിംഗ് MLAക്ക്, കയ്പമംഗലത്തെ സിറ്റിംഗ് MLAക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് കൗതുകപൂർണമായ ഒരു ചോദ്യമാണ്. എത്രത്തോളം വലിയ വെല്ലുവിളി ഉയർത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ, ഇപ്പൊ പ്രതിപക്ഷ നിരയിൽ നിന്ന് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ആ മണ്ഡലത്തിൽ തളച്ചിടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഒരു കാര്യമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അവിടെ തളച്ചിടപ്പെട്ടിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ സ്കോർ എന്താണ്, അവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 49.78% VD സതീശൻ മുന്നിലാണ്. 11.06 ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനാണ് പറവൂരിനെ സംബന്ധിച്ച്. കാരണം പറവൂർ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്, നമുക്കറിയാം. പക്ഷേ 2001 മുതൽ കാൽ നൂറ്റാണ്ടായി VD സതീശൻ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈസൺ മാസ്റ്റർക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇത്തവണ VD സതീശൻ. അവിടെ സ്വാഭാവികമായിട്ടും എറണാകുളം ജില്ലയിലേക്ക് ഒരു UDF ട്രെൻഡ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പം കഴിഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് തളച്ചിടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷത്തിൽ ഒരു വർധനം ഉണ്ടാക്കാൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു VD സതീശൻ സാധിക്കുന്നില്ല. ആ ഭൂരിപക്ഷത്തിലേക്ക് തളച്ചിടാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇടത് ക്യാമ്പുകൾ മുൻ വർഷങ്ങളിലേക്കപ്പുറം ഒരു സിറ്റിംഗ് MLA വന്ന് മത്സരിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജിൽ വലിയ പ്രചരണത്തിലും വലിയ പ്രചരണ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും വീട് അന്വേഷിച്ച് പോവുകയും വികസനം അന്വേഷിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു മത്സരമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ആ മണ്ഡലത്തിലെ വോട്ടർമാർ താല്പര്യപ്പെടും. അതിന്റെ ഒരു പ്രതിഫലനം. കഴിഞ്ഞ തവണ 21,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 20,000-ൽ പുറത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ മുൻപ് 20, കഴിഞ്ഞ തവണ 21. ഇപ്പോൾ CPM-ന് ശരിക്കും പറവൂർ മണ്ഡലം ഏറ്റെടുത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, അവിടെ നല്ല ശക്തമായ മത്സരം കൊടുക്കാൻ വേണ്ടി. പക്ഷെ ആ ഒരു ഐഡിയ അത് വർക്കൗട്ട് ആയില്ല. CPIക്ക് ആ മണ്ഡലത്തിൽ നിന്ന് ഒരു വലിയ ശക്തനായ എതിരാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കയ്പമംഗലത്ത് നിന്ന് ടൈസൺ മാസ്റ്റർ വന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ എളുപ്പമാണ്. അദ്ദേഹം മണ്ഡലത്തിൽ തളച്ചിടപ്പെടുന്ന സാഹചര്യമില്ല.